ഞാൻ ആക്ച്വലി ഈ ഒരു ഒക്കേഷനിൽ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കണം. അതായത് നമ്മൾ എപ്പോഴും പറയും ഒരു കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സീനിയർ ഇദ്ദേഹമാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഇവിടെയാണ് എന്നുള്ള നമ്മളൊരു ഡിഫറൻഷിയേഷൻ എപ്പോഴും പറയും. നമ്മുടെ ഈ വേദിയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോയിൽ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ പോകുന്ന ഒരു ചെറിയ കലാകാരനുണ്ട്, അതായത് യങ് ആയിട്ടുള്ളത്. ഞങ്ങൾ കരുതുന്നു അവനായിരിക്കും ഏറ്റവും കൂടുതൽ യങ്ങസ്റ്റ്, ഏജ് വൈസ് ഏറ്റവും ചെറിയ കലാകാരനായിരിക്കും ഈ വരാൻ പോകുന്ന നമ്മുടെ സ്വന്തം തനെ. നമുക്ക് സ്വാഗതം ചെയ്യാം കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിലേക്ക്. തനെ കുട്ടാ, എന്നോട് അനുഗ്രഹിക്കണം, എന്നോടും അനുഗ്രഹിക്കണം. അങ്ങനെയാണ് ഞങ്ങളോടും അനുഗ്രഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നമ്മുടെ മൺമറഞ്ഞ തിക്കുറിശി സുകുമാരൻ നായർ പറയുന്ന പോലെ എന്തായാലും നീ ലോകപ്രസിദ്ധനായ മിമിക്രി ആർട്ടിസ്റ്റ് ആവട്ടെ. ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യുക, ഇന്ന് സ്കിറ്റ് ഒക്കെ പെർഫോം ചെയ്യാനുള്ളതല്ലേ, ഇവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് വാങ്ങണ്ടേ? അപ്പൊ ചോദിച്ചോ, ബ്ലെസ്സിങ്സ് ഒക്കെ ചോദിച്ചോ. ആ, കാല് തൊട്ട്. ആ, വലിയ കലാകാരനായി വളർന്നു. തനി 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരുപാട് ആഗ്രഹിച്ചാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നത്. അതും ഈ ഒരു ഫ്ലോറിൽ നിന്ന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞിവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അവന്റെ പെർഫോമൻസ് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രെയിം ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാർ തൊട്ട് ഏറ്റവും ചെറിയ താരം വരെ ഈ ഒരു ഫ്രെയിമിലുണ്ട്. അത് ഞങ്ങൾക്കും ഏറ്റവും ഒരു ബ്ലെസ്സിംഗ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റിന് കിട്ടുന്ന ഏറ്റവും ഒരു ഐക്കോണിക് മൊമെന്റ് ആണ്. ഇത്രയും കാലം നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജ് ഈവന്റ് ആ ഒരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഇതാ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അറിയാലോ, പ്രൈസ് മണിയൊക്കെ പറയണ്ടേ? 1ാം സമ്മാനം എന്ന് പറയുന്നത് അമൃത TV നൽകുന്ന 2 ലക്ഷം രൂപ. 2ാം സമ്മാനം മിൽമ നൽകുന്ന 1 ലക്ഷം രൂപ. 3ാം സമ്മാനം ഡെവൻ ഫുഡ് നൽകുന്ന 75,000 രൂപ. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷൻ തുടങ്ങാം. മോനെ, നീ റെഡിയാണോ? കാണാൻ ഞങ്ങൾ റെഡിയാണ്. ആദ്യത്തെ കോമ്പറ്റീഷൻ കാണാം. മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക്. എടാ കൊതുകേ, നീ എന്തിനാ എന്റെ ചെവിന്റെ അടുത്ത് വന്നിങ്ങനെ മൂളുന്നത്? പിന്നെ കൊതുകിനെ മൂളാതെ പാടാൻ പറ്റോ? നീ ഇവിടെ കിടന്ന് പാടാതെ വല്ല കടപ്പുറത്തും പോയി പാട്. അതിന് കടപ്പുറത്ത് പോയി പാടാനേ ഞമ്മ അതുമല്ല, കൊതുകാണ്. അടങ്ങ്, നീ ഒരു കൊതുകിന്റെ അത്രയല്ലേ ഉള്ളേ. പിന്നെ കൊതുകാനെ ആനന്റെ അത്ര ഉണ്ടാവോ? നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ചോര കുടിക്കാൻ നിന്നെ സമ്മതിക്കില്ല. ശോഭ് എന്നോട് സഹകരിച്ചാൽ എന്റെ രക്തം അറിഞ്ഞ പറഞ്ഞ കൊത്തും. നിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ എവിടെയാ കൊതുകിനെ കൊല്ലണ ബാച്ച്. ഇതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയി തോന്നുന്നു. ഇവൻ അടിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ. അത് ബാറ്ററി കംപ്ലൈന്റ് അതല്ല, ആ ബാറ്റ് നന്നായിട്ട് ട്രാക്ക് ആകാം. ഇപ്പൊ ഇതിന്റെ 2 അടി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം മറത്തില്ലെന്നേ. അതുകൊണ്ട് ഇനിയും അടിക്ക്. എടാ, ഈ ഫ്ലാറ്റിൽ എത്രയോ പേരുണ്ട്, എന്നിട്ട് നീ എന്തിനാ എന്നെ തന്നെ കുത്തുന്നത്? അതാണ് കൊതു. ആ, എന്റെ അച്ഛന്റെ പേര് കൊതു, അമ്മന്റെ പേര് കൊതു. അപ്പൊ ഞാൻ കൊതുകേ, നിനക്കൊരു സ്റ്റാൻഡേർഡും ഇല്ല. കാരണം നീ പൊട്ടിപ്പൊളുന്ന സ്ഥലത്തൊക്കെ അല്ലേ കിടക്കണത്. ഞാൻ പൊട്ടിപ്പൊളുന്ന സ്ഥലത്ത് കിടക്കണം നല്ലേ ഉള്ളൂ, അല്ലാതെ നിന്നെ പോലെ പൊട്ടി വന്ന സ്കിറ്റ് കളിക്കില്ലല്ലോ. അപ്പൊ നീ സ്കിറ്റ് ഒക്കെ കാണാറുണ്ടാ? ആ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. സെലിബ്രിറ്റികളെ മാത്രം കടിക്കുന്ന ഒരു കൊത തന്നെ. ഇന്നലെ തന്നെ നാദശേഖരനാണ് എന്തോരം കടി കൊടുത്തന്ന. നീ ശരിക്കും നാദശേഖർ കടിച്ചാ? ആ, അതിനുശേഷം ഞാൻ മൂളുന്ന ല്ലേ അത് തിരിച്ചു മുഴുതാൻ തുടങ്ങി. അതെന്താ? പുള്ളിവിന്റെ പാരിപ്പാട്ടിന്റെ ആളല്ലേ. പോന്നേരം എന്നോട് പറയാ അതിലൊന്നും കൂടെ ഒരു കടി ഒത്തേക്ക്. അതെന്തോത്തിനാ? അവര് തമ്മിൽ അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. എന്തിട്ടാൻ ദിലുവിന് കൊടുക്കും. ശരിയാ, അവര് നല്ല ഫ്രണ്ട്സാ.
അല്ല നിനക്ക് ഏത് സെലിബ്രിറ്റിനെ കടിക്കാനാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് നോവി. നമ്മുടെ നോബി അണ്ണനാ? അതെന്താടാ കാര്യം? നോബി അണ്ണനാവുമ്പോ നമ്മൾ എത്ര കടിച്ചാലും തരിച്ചടിക്കത്തോലുമില്ല. ആ അതാണ് നോബി ചേട്ടന്റെ നല്ല മനസ്സ്. ഒരു കൊതുകിനെ പോലും നോവിക്കത്തില്ല. നല്ല മനസ്സിന്റെ ഒന്നും അല്ല, ഒന്ന് കൈയെടുത്തൊന്ന് അടിക്കാൻ പോലും പുള്ളിക്ക് മടിയാ. നോബി അണ്ണാ, അല്ല നീ ടിനി ടോമിനെ കുത്തിയിട്ടുണ്ടാ? ട്രോളന്മാര് മൊത്തം കുത്തി ചോരത്തേക്കുവാ. എന്തിനാണ് പാത്തിനെ? അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ട്. ദേ, ഇനി ടിനി ടോമിനെ എന്നല്ല വേറെ ഒരു സെലിബ്രിറ്റിനെ കുത്താൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാനിന്ന് എടി മോളെ തോൽവി. തോൽവിയല്ല തൻവി. ആ തൻവി ഈ പാനിന്റെ സ്റ്റാറായ എന്നെ നിനക്ക് അറിയാത്തോണ്ടാ. പാൻ ഇന്ത്യൻ സ്റ്റാറാ? ആ അമരക്കയിലുള്ള അമേരിക്കല്ലട പാവയ്ക്ക, അമേരിക്ക എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ആ അവിടെയുള്ള ആന്റണി പെരുമ്പാമ്പിനെ. പെരുമ്പാവല്ലട മൂർഖൻ. ഓ ആന്റണി പെരുമ്പാവൂര്, അതുപോലും പറയാൻ അറിയത്തില്ല. ആ എന്നിട്ട് അമേരിക്കയിലുള്ള ആന്റണി പെരുമ്പാവൂരിനെ ഞാൻ ഇവിടെ ഇരുന്ന് കരയിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പോടാ. ആന്റണി പെരുമ്പാവൂർ അമേരിക്കയിലായിരിക്കുമ്പോ നീ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇരുന്ന് കരയിപ്പിക്കുന്നേ? ഞാൻ ഇവിടെ നിന്ന് മോഹൻലാലിനെ കുത്തും. മോഹൻലാലിന് വേടനെത്ത ആന്റണി പെരുമ്പാവൂർ എന്ന് കരയും. നീ ആള് കൊള്ളാല. അപ്പൊ നീ മമ്മൂക്കയെ കുത്തിയിട്ടുണ്ടാ? മമ്മൂക്കനെ കുത്താൻ തന്നെ പഠിച്ചോടിച്ച്. മമ്മൂക്ക അടിച്ചാ? അല്ല പിഷറടി കൗണ്ടർ അടിച്ച്. അത് കേട്ടാ പിന്നെ ആരായാലും ഓടും. അല്ല എന്തായാലും നീ എന്നെ കുത്താൻ പോണില്ല. കുത്തോന്ന് പറഞ്ഞാ ഞാൻ കുത്തിയിരിക്കും. ഇതുവരെ ഒരാളെ മാത്രമേ ഞാൻ കുത്താറിട്ടുള്ളൂ. അതറിയാടാ? അത് നമ്മടെ പ്രദോഷ് ചേട്ടനില്ലേ, കലാഭവൻ പ്രചോദനാണോ നീ ആ ഉദ്ദേശിച്ചത്? പുള്ളി തന്നെ. ഞാൻ കുത്താൻ വേണ്ടി ചെന്നപ്പോ പുള്ളി ചെയ്ത് നിന്നോണ്ട് മിമിക്രി കാണിച്ചോണ്ടിരിക്കുവാർന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്ന്. അതെന്താണ് നീ കുത്താതെ പോന്നേ? പുള്ളി അവിടെ നിന്ന് പ്രേക്ഷയുള്ള ചോര പിടിക്കല്ലേ. ഞാനും എന്തിനാ കുടിക്കണത്? നീ ഇങ്ങനെ സെലിബ്രിറ്റികളെ കുത്തിക്കൊണ്ടിരുന്നാലേ നിന്റെ പേര് കേസ് എടുക്കുവേ. അങ്ങനെ കേസ് അടിക്കാനൊന്നും നടക്കത്തില്ല മോളെ. ഞാൻ നമ്മയുടെ മെമ്പറാ. സിനിമ അസോസിയേഷനോ? അല്ല, ഓൾ മോസ്കിറ്റോ മൂളൽ അസോസിയേഷൻ. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ അസോസിയേഷൻ ഒക്കെ ഉണ്ടായിട്ടും എന്തിനാടാ വീണ്ടും വീണ്ടും ഞങ്ങളെ ഇങ്ങനെ കുത്തുന്നേ? അത് പിന്നെ ഞങ്ങൾ എപ്പോ കുത്താൻ വന്നാലും നിങ്ങൾ ഇങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമല്ലേ. അത് ശരിയാ. അല്ല സാധാരണ പെൺകൊതുകളല്ലേ ബ്ലഡ് കുടിക്കുന്നത്, പിന്നെ നിനക്കെന്താ എന്റെ ബ്ലഡിന്റെ ആവശ്യം? അതെ, എന്റെ ഭാര്യ ഗർഭിണിയാ. അതുകൊണ്ട് സാധാരണ മനസ്സിലാക്കിയ പുളിമാങ്ങ മസാല ദോശ ഇഷ്ടം. പക്ഷെ എന്റെ ഭാര്യ ഒരു കൊതുകായോണ്ട് അവൾക്ക് ഇച്ചിരി ബ്ലഡിന്റെ ആവശ്യമുണ്ട്. അപ്പൊ പിന്നെ ഭർത്താവായി ഞാൻ ഇറങ്ങിയാലല്ലേ പറ്റുള്ളൂ. ഞാൻ കൗണ്ടർ അടിച്ചതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഒരു ഭർത്താവിന്റെ രോദനം. അല്ല അങ്ങനെ നിനക്ക് എന്റെ ബ്ലഡ് കുടിക്കണോന്നാണെങ്കിലേ നീ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. അതെന്താ? ഒരു കൊതിനെ 1-2 ആഴ്ച ആയുസുള്ളൂ. അയ്യോ എന്തു പറ്റി? എനിക്കിന്ന് 2 ആഴ്ച തികയും. ഞാൻ മരിക്കാൻ പോന്നു. അയ്യോ അമ്മേ. ചത്തുപോയാ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കൊതുക് എന്നോട് സംസാരിച്ചത്. എന്നാലും അവൻ ഈ ഗതി വന്നല്ല. അവന് ഇത്തിരി ചോരയല്ലേ ചോദിച്ചോളൂ, അല്ലാതെ എന്റെ വീടൊന്നും ചോദിച്ചില്ലല്ലോ. അതങ്ങ് കൊടുത്താ മതിയായിരുന്നു. എന്നാലും അവൻ മരിച്ചു പോയല്ലോ. കൊതുക് കൊതുക് മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക്. അപ്പൊ നീ ചത്തില്ലായിരുന്നോ? ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞതാ. സെലിബ്രിറ്റിയിൽ മാത്രം കടിക്കുന്ന ഒരു സെലിബ്രിറ്റി കൊതുകാണെന്ന്. അതുകൊണ്ട് സെലിബ്രിറ്റികൾക്ക് ഒരിക്കലും മരണമില്ല, ജീവിക്കുന്നു നിങ്ങളിലൂടെ. കൊതുക് 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 മുട്ടയിട്ട കൊതുക് 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 മുട്ടയിട്ട കൊതുക്. I am waiting.